ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടപടി സ്വീകരിക്കാത്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് INL. വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയുടെ കാറിൽ കൊണ്ടുപോയതിന് മാധ്യമങ്ങൾ അമിതമായ വാർത്ത നൽകി, അതും വോട്ടേഴ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. LDF-ൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ടെന്നും INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ MLA-യും സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറും കോഴിക്കോട് പറഞ്ഞു. രണ്ട് സംഭവമാണ്. ശബരിമലയിലെ ആ പ്രതിക്കൂട്ടിൽ വെറും LDF-കാരും CPM-മാരും മാത്രമൊന്നുമല്ല, അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, മറ്റു പാർട്ടിക്കാരൊക്കെ ഉണ്ട്. ഈ വിഷയം മാത്രമാണ് ഹൈന്ദവ വീടുകളിൽ പോയി, വിശ്വാസികളുടെ വീട്ടിൽ പോയി UDF പ്രചാരണം നടത്തിയത്. നടപടി എടുത്തിരുന്നെങ്കിൽ കുറെ കൂടി നേടാമായിരുന്നു സംഭവം. ഇനിയിപ്പോൾ ഏതായാലും നടപടി എടുക്കും അവർ, യാതൊരു സംശയമില്ല. പക്ഷെ അത് കുറച്ചുകൂടി നേരത്തെ ആവണമായിരുന്നു സംഭവം. സമീർ C. മുഹമ്മദാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. സമീർ, രൂക്ഷമായ വിമർശനം തന്നെയാണത്. സ്വർണ്ണക്കൊള്ളയിൽ നടപടി ഇനി ഒരുപക്ഷെ സ്വീകരിച്ചേക്കാം, പക്ഷേ അതുകൊണ്ടായില്ല. അത് തെരഞ്ഞെടുപ്പിൽ അത് പ്രതികൂലമായി തന്നെ വന്നു, അത് തിരിച്ചടിയായി എന്ന് പറയുന്നു. ഒപ്പം വെള്ളാപ്പള്ളി നടേശൻ വിഷയത്തിലും അതേപോലെ തന്നെ വിമർശനം. INL-ന്റെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗമാണ് ഇന്ന് കോഴിക്കോട് ചേർന്നത്. അതിനുശേഷമായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിലും ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറും മാധ്യമങ്ങളെ കണ്ടത്. പ്രധാനമായും അവർ സൂചിപ്പിച്ചത് ഈ രണ്ട് കാര്യങ്ങളായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള LDF-ന്റെ കനത്ത പരാജയം, അതിനെ ഇടയാക്കിയ സാഹചര്യങ്ങളെ സംബന്ധിച്ചും അവർ വിശദീകരിച്ചു. അതിൽ LDF-ൽ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. പ്രധാനമായും CPIM-നെതിരെയാണ് അവരുടെ വിരൽ ചൂണ്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല വിഷയം തന്നെയാണ്. ശബരിമല വിഷയത്തിൽ തുടക്കം തന്നെ നടപടിയെടുത്തിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ആഘാതം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഇരു നേതാക്കളും പ്രതികരിച്ചത്. അതിനവർ ഉദാഹരണമായി പറയുന്നത് മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് PP ദിവ്യക്കെതിരെ അവിടെ വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധമുയർന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് നടപടിയെടുക്കുകയും ചെയ്തു. ആ വിഷയം കൈകാര്യം ചെയ്തതുപോലെ ഈ വിഷയത്തിൽ CPM-ന്റെ നേതാക്കൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ അത് വിശ്വാസികൾക്കിടയിൽ ഇത്രയധികം സർക്കാരിനോട് LDF-നോട് ഒരു വെറുപ്പ് ഉണ്ടാകുമായിരുന്നില്ല. അത് ഇത്തരത്തിലുള്ള ആഘാതത്തിലേക്ക്, തോൽവിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമായിരുന്നില്ല എന്ന കാര്യമാണ് അവർ പ്രധാനമായും പറയുന്നത്. ഇക്കാര്യം LDF-ൽ ഉന്നയിച്ചിട്ടുണ്ട് എന്ന കാര്യവും നേതാക്കൾ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വർഗീയ പരാമർശമാണ് പലപ്പോഴും SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അദ്ദേഹം വലിയ വിമർശനങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്നു, ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്നു, മലപ്പുറത്തിനെതിരെ നടത്തുന്നു. അത്തരം വിഷയങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിനെ താക്കീത് ചെയ്യേണ്ടതിന് പകരം മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അത് വലിയ രീതിയിൽ വാർത്ത വന്നു. ആ വാർത്ത വന്നൊക്കെയും സ്വാഭാവികമായും വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതും ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ടാകാം എന്ന ഒരു വിമർശനം തന്നെയാണ് ഇരു നേതാക്കളും പങ്കുവെക്കുന്നത്. എന്തായാലും ഒരു തിരുത്തലിന് നേതൃത്വം തയ്യാറാകണം എന്നുള്ള ആവശ്യം കൂടി ഇരു നേതാക്കളും മുന്നോട്ട് വെക്കുന്നുണ്ട്. സ്മിത. ശരി, സമീർ C. മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.